നമുക്കിപ്പോൾ കേണൽ എസ് ഡിന്നി കൂടി ഒപ്പം ചേരുന്നുണ്ട്. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് തുടക്കം മുതലുള്ള ഒരു തീരുമാനം. അത് ആദ്യത്തെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായതുമാണ്. ഇനി ഒരു യോഗം ചേർന്ന് തുടർ നടപടികളൊക്കെ തീരുമാനിച്ച ശേഷമായിരിക്കും സൈന്യത്തിന്റെ നീക്കമെന്ന് നമുക്ക് കരുതാം. ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന ഈ വിവരങ്ങൾ അനുസരിച്ച് പാകിസ്ഥാനിലെ ഭീകരരാണ് ഈ ആക്രമണം നടത്തിയത് എന്നാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനി സൈന്യത്തിന്റെ സ്വാഭാവികമായ ഒരു നീക്കം ഏത് തരത്തിലായിരിക്കാം? നോക്കൂ മാഡം, ഇതിനകത്ത് ഫസ്റ്റ് ദിവസം ആദ്യത്തെ ആ വിഷ്വൽസ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇത് പാകിസ്ഥാന്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്ന കാര്യം അതിനകത്ത് ഉണ്ട് എന്നുള്ളത് അതൊരു സംശയമില്ലായിരുന്നു. കാരണം അവര് ഈ ടാർഗറ്റ് ആരെയാണ് ചെയ്തത്, എവിടെ വെച്ചാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്ന് കാണുമ്പോൾ തന്നെ അത് ലഷ്കർ എ തോയ്ബയുടെ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് തന്നെയാണെന്നുള്ളത് വളരെ കൃത്യമാണ്. ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് വെറും ഒരു പേരിന് വേണ്ടി മാത്രമാണ്. അത് ലഷ്കർ എ തോയ്ബ തന്നെയാണ് ചെയ്തതെന്നുള്ളത് കൃത്യമാണ്. ലഷ്കർ എ തോയ്ബ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ISIയുടെ അവരുടെ തന്നെ അസറ്റ് ആയിട്ടുള്ള അവർ തന്നെ വളർത്തി, അവർ തന്നെ അതിന് ട്രെയിനിങ് കൊടുത്തു, അവർ തന്നെ തോക്ക് കൈ പിടിപ്പിച്ച് അയക്കുന്ന ഒരു സംഘടനയാണ് ലഷ്കർ എ തോയ്ബ. അപ്പം ആ രീതിയിൽ ഇതിനകത്ത് കൃത്യമായിട്ട് പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നതിനകത്ത് സംശയമില്ല. അതുപോലെ തന്നെ ഒരു 10 ദിവസം മുമ്പാണ് പാകിസ്ഥാന്റെ ആർമി ചീഫ് ജനറൽ ആസിഫ് മുനീർ വിദേശത്ത് പോയി ഒരു വളരെ വിദ്വേഷമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം ഒരു ആർമി യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു മത തീവ്രവാദിയുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഒരിക്കലും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല, എന്തുകൊണ്ടാണ് രണ്ട് രാജ്യം വന്നത് എന്നൊക്കെയുള്ള വളരെ കശ്മീരിനെ കുറിച്ചും കശ്മീർ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ ആ ചീഫ് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ റോള് എന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. പാകിസ്ഥാൻ ആർമിയുടെ റോള് വളരെ കൃത്യമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ അതിന് നേരത്തെ നമ്മുടെ ഒരു റെക്കോർഡ്, അതായത് നമ്മൾ ഇതുപോലത്തെ ഒരു ഭീകരവാദം ഒരു നമ്മളെ ഭൂമിയിൽ നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പുൽവാമ കഴിഞ്ഞിട്ട് ബാലക്കോട്ട് സ്ട്രൈക്ക് ആയാലും ശരി, ഊരി കഴിഞ്ഞിട്ട് സർജിക്കൽ സ്ട്രൈക്ക് ആയാലും ശരി നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ടെറർ അറ്റാക്ക് കുറിച്ച് നേരത്തെ തന്നെ ഏറ്റവും ഹൈ ലെവലിലുള്ള പ്ലാനിങ് ചെയ്യുന്നവരുടെ ഒരു പ്ലാനിങ് പ്രോസസ്സിന്റെ ഭാഗമാണ്. അതായത് പെട്ടെന്ന് ഒരു ദിവസം ഒരു ഭീകരവാദം നടക്കുകയാണെങ്കിൽ തന്നെയും ഇതിനെക്കുറിച്ചുള്ള പ്ലാനിങ് നടത്തുന്നവർക്കും ഇതിനെക്കുറിച്ചുള്ള ഡിസിഷൻ എടുക്കേണ്ടവർക്കും അവരുടെ മുന്നിൽ ഓൾറെഡി ഇങ്ങനത്തെ സിനാരിയോസ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ആക്ഷൻ ചെയ്യേണ്ടതുള്ളത്, ആ ആക്ഷനകത്ത് ഒരു 10-15 ഓപ്ഷൻസ് കാണും. അതിനകത്ത് ഒരു ഓപ്ഷൻ ഏതാണ് ആ സമയത്ത് ആ സന്ദർഭത്തിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ അതെടുക്കുകയും അത് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഇപ്പോഴും നടക്കാൻ പോവുക. അതിനകത്ത് എവിടെ വെച്ച് എങ്ങനെ എന്ത് ചെയ്യും എന്നുള്ള മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അതിനകത്ത് യാതൊരു സംശയം വേണ്ട, പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാന്റെ ഭീകരവാദികൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ ആയിരിക്കും ഈ തിരിച്ചടി കിട്ടുന്നത് എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. നമ്മൾ ഈ സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പ്ലേസ് എന്ന ഈ ബൻസരി വാലിയെ പറയാൻ കഴിയില്ല. കാരണം ആ രീതിയിലുള്ള സൈന്യത്തിന് ഒരു എയ്ഡ് പോസ്റ്റ് പോലും അവിടെ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ പൂർണ്ണമായും ഒരു പിക്നിക് സ്പോട്ടാണ്, ഒരു വിനോദസഞ്ചാര മേഖലയാണ്. പക്ഷേ അമർനാഥിന്റെ ബേസ് ക്യാമ്പ് അടുത്താണ് കിടക്കുന്നത്. അമർനാഥ് യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു പ്രദേശത്ത് ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലം, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ കുറവായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ ഈ ഭാഗത്ത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നോക്കൂ, മാർച്ച് 12-ാം തീയതി ഒമർ അബ്ദുള്ള ജമ്മു കശ്മീർ അസംബ്ലിയിൽ പറഞ്ഞ ഒരു കണക്കുണ്ട്. അതായത് ടൂറിസം എങ്ങനെയാണ് കൂടുന്നതെന്നുള്ള 2.35 കോടി കഴിഞ്ഞ വർഷം വന്ന ടൂറിസ്റ്റ് ആണ് കശ്മീരിൽ. 2.35 കോടി ടൂറിസ്റ്റുകളാണ് കശ്മീരിലേക്ക് വന്നത്. ഏക്കാലത്തെയും റെക്കോർഡാണ് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം എന്തൊക്കെ പരിപാടികളാണ് ടൂറിസ്റ്റിന് വേണ്ടി ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ടൂറിസ്റ്റുകൾ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പെഹൽഗാം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ റോഡുകളൊന്നുമില്ല, കുതിരപ്പുറത്തും നടന്നു വെക്കാൻ ട്രെക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് ടെന്റിലൊക്കെ സ്റ്റേ ചെയ്ത് നടന്നിട്ടൊക്കെ പോകാനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. നേരത്തെ പറഞ്ഞ പോലെ അമർനാഥ് യാത്രയുടെ സദേൺ റൂട്ടിന്റെ സ്റ്റാർട്ട് പോയിന്റ് ആണ്. പക്ഷെ ആ സമയത്ത് ഇവിടെ സുരക്ഷാ സംവിധാനം വേറെയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. അപ്പൊ ടൂറിസം നടക്കുന്ന ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു നല്ലൊരു മൊമെന്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, നേരത്തെ കാണിച്ച പോലെ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് ഹണിമൂണിന് വരുന്നവർ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്നവർ അവരുടെ ഒരു നല്ല സമയം സ്പെൻഡ് ചെയ്യാനാണ് വരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആർമിയും അല്ലെങ്കിൽ CRPF അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയുമാണ് നല്ലതെന്നുള്ള ഒരു പോളിസി ഡിസിഷൻ ആണ്. കാരണം സ്ഥിതി നോർമൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സെക്യൂരിറ്റി ഫോഴ്സിന്റെ പ്രസൻസ് കുറഞ്ഞു വരണം. കാരണം ഒരു നോർമലൈസിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ സ്ട്രാറ്റജിക്കലി ഈ ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തത്. അതായത് ധാരാളം ടൂറിസ്റ്റ് വരുന്ന ഒരു ഏരിയ,
അതുപോലെ തന്നെ അത് ഏതെങ്കിലും ഒരു സിറ്റിയിലോ അല്ലെങ്കിൽ ദൽ ലേക്കിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിക്കാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ തുറന്ന ഏരിയ ആണ്. അപ്പൊ അത് എങ്ങും ഒളിച്ചോടാനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒളിച്ചിരിക്കാനോ സാധിക്കില്ല. ആ 10-50 പേര് ഗ്രൂപ്പ് അവരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് ഓരോരുത്തരെയും ചെക്ക് ചെയ്ത് ഓരോരുത്തരെയും നോക്കി ഓരോരുത്തർക്കും ഓരോ വെടിയുണ്ട എന്നുള്ള നിലയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചോളം അവർ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഈ ലൊക്കേഷനെ പ്ലാൻ ചെയ്തതും ഈ ലൊക്കേഷൻ അവർ ചൂസ് ചെയ്തത്. കേണൽ ഡിന്നി, ഇപ്പം നമ്മൾ ഈ സമയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ ആ വിലയിരുത്തലുകൾ വരുന്നുണ്ട്. പ്രധാനമന്ത്രി രാജ്യത്തില്ലാത്ത സമയത്താണ്. ഇല്ല എന്ന് പറയുമ്പോൾ സൗദി അറേബ്യയിലാണെന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് രാജ്യത്തുള്ള സമയത്താണ്. അമർനാഥ് തീർത്ഥയാത്ര തുടങ്ങാൻ പോകുന്ന സമയത്താണ്. അതോടൊപ്പം തന്നെ ഈ ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അസ്ഥിരതയാണ്. അതിലൊക്കെ ഇന്ത്യയുടെ ഇടപെടലുണ്ട് എന്ന ഇടയ്ക്ക് പാക് ആർമിയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടിരുന്നു. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഒരു കാര്യം നമ്മൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം, അതിന്റെ സമയത്തിനെയും അവർ കറക്റ്റ് ആയിട്ട് അതിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മാഡം പറഞ്ഞ പോലെ നമ്മളെ ഇന്ത്യയിൽ ഒരു ഹൈ പ്രൊഫൈൽ വിസിറ്റ് നടക്കുന്ന സമയം, US വൈസ് പ്രസിഡന്റ് JD വാൻസ് വന്നിരിക്കുന്ന സമയം, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ ഒരു വിസിറ്റിൽ, സൗദി അറേബ്യ എത്രയും നമുക്ക് അടുപ്പവും നമ്മളെ വളരെ അടുത്ത സുഹൃത്ത് ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യത്തിലോട്ട് പ്രധാനമന്ത്രി പോകുന്ന സമയം, അതുപോലെ തന്നെ ഇനി ടൂറിസത്തിന്റെ സ്റ്റാർട്ടാണ്. ഇതിപ്പോ വെക്കേഷൻ സമയമൊക്കെയാണ്. അപ്പൊ ടൂറിസം ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പം ഏപ്രിൽ മെയ് ജൂൺ ഈ മാസമാണ് ഏറ്റവും കൂടുതൽ. മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരെയൊക്കെ നല്ല ടൂറിസ്റ്റ് ആണ്. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളുകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് കുറയും. പക്ഷെ പിന്നെ ഒക്ടോബർ വരെയൊക്കെ ഈ തണുപ്പ് വരുന്നവരെയൊക്കെ പോകും. പിന്നെ വിന്റർ സീസൺ വേറെ രീതിയിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈം, അപ്പൊ മാക്സിമം ടൂറിസ്റ്റ് വരുന്ന സമയത്ത് ടാർഗറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റാൻ സാധിക്കുക. കാരണം ഒരു വിസിറ്റ് ഇവിടെ നടക്കുന്നുണ്ട്, ഭാരത പ്രധാനമന്ത്രി പുറത്തു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ ആസിഫ് മുനീർ സ്പീച്ച് കഴിഞ്ഞ് ഒരു 7-8-10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിന്റെ ഒരു രീതിയാണ് ഇനി തുടരാൻ പോകുന്നത് എന്നുള്ള രീതി. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാകിസ്ഥാൻ ആർമിയെ സംബന്ധിച്ചോളം അവരുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഒരു 15 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു 10-15 വർഷത്തിൽ അവരുടെ തന്നെ ഉള്ളിൽ, അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ അവരുടെ വില വളരെ കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി വരാറുണ്ട് എപ്പോഴും. അതായത് അവിടുത്തെ സിറ്റിസൻസിന് തന്നെ പാകിസ്ഥാൻ ആർമിയെ കണ്ടുകൂടാന്നുള്ള നിലയിൽ വരും. അപ്പം ഈ പാകിസ്ഥാൻ ആർമി ചെയ്യുന്ന ഒരു ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അവർ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പൊ എന്താ വെച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ വീണ്ടും പാകിസ്ഥാൻ ആർമിക്ക് ഒരു വില അവരുടെ ആളുകളുടെ ഇടയ്ക്ക് വരും. അപ്പൊ അത് പണ്ട് 15 വർഷമൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് 4-5 വർഷത്തിനിടയ്ക്ക് തന്നെ ആ സൈക്കിൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ബലൂചിസ്ഥാനിലെ വളരെ ശക്തമായിട്ട് തിരിച്ചടിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തെഹ്രീക് താലിബാൻ പാകിസ്ഥാനിൽ വളരെ ശക്തമായിട്ട് അടിയാണ് കിട്ടുന്നത്. അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ വളരെ ശക്തമായിട്ടുള്ള അടിയാണ് പാകിസ്ഥാൻ ആർമി കിട്ടുന്നത്. പാകിസ്ഥാൻ ആർമിയുടെ ഉള്ളിൽ തന്നെ ഇമ്രാൻഖാന് ജയിലിൽ കിടക്കുകയാണ്. ഇമ്രാൻഖാൻ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ലീഡറാണ്. ഇമ്രാൻഖാനും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ വളരെ അടി നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം എന്ത് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ആളുകളുടെ ഇടയ്ക്ക് ഒരു പ്രീതി കിട്ടാം, ആളുകളിൽ നിന്ന് ഈ ശ്രദ്ധ മാറ്റാം എന്നുള്ള ഒരു ടൈമിംഗ് കൂടി ഇതിനകത്ത് നമ്മൾ കാണണം. കാരണം എപ്പോഴും പാകിസ്ഥാൻ ആർമിയുടെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഭാരതത്തിലുള്ള ശത്രുത നിലനിർത്തുക, അതിലൂടെ അവരുടെ പ്രസക്തി അവിടെ നിലനിർത്താൻ അവർക്ക് സാധിക്കും. അതിലൂടെ അതുകൊണ്ട് തന്നെ ഈ പ്രസക്തി നിലനിർത്താൻ അവർ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇനിയൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നൊരു നീക്കവും ഉണ്ടാക്കാൻ ഇന്ത്യയുടെ ഒരു ശ്രമവും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഒരു കാര്യം ഇതിനകത്ത് മനസ്സിലാക്കുന്നത്, എത്ര അടി കിട്ടിയാലും പഠിക്കാത്തൊരു രാജ്യം കൂടാണ് പാകിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ സൈന്യം. എത്ര അടി കിട്ടിയാലും, അത് എവിടെ നിന്നൊക്കെ അടി കിട്ടിയാലും അവർ ഒരിക്കലും പഠിക്കാറില്ല. കാരണം അവരുടെ ഐഡന്റിറ്റി തന്നെ ഇന്ന് ഈ ഭീകരവാദം തന്നെയാണ് അവരുടെ ഐഡന്റിറ്റി. അപ്പൊ അവർ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഭീകരവാദിയെ സൃഷ്ടിച്ചു കഴിഞ്ഞ് ഇനി അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് പലർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ അതിലൂടെ അല്ലാതെ അവർക്ക് വേറൊരു വഴിയും അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ചീഫ് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഭീകരവാദിയുടെ ഭാഷയാണ്, മതഭീകരവാദിയുടെ ഭാഷയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു സമാധാനം വരിക? അപ്പം ഭാരതത്തെ സംബന്ധിച്ചോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ് ആവശ്യം. അത് കുറച്ച് നാളത്തേക്ക് അവർ അടങ്ങിയിരിക്കും. പിന്നെയും വീണ്ടും തല പൊക്കുന്ന സമയത്ത് വീണ്ടും അടി കൊടുക്കുക എന്നുള്ള മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ഇതുള്ളൂ. കാരണം എത്ര നാള് ഈ പാകിസ്ഥാൻ ആർമി നിലനിർത്തുന്നോ അത്രയും നാള് ഇതുപോലത്തെ ഭീകരവാദം ഇന്ത്യക്ക് അഗേൻസ്റ്റ് മാത്രമല്ല ലോകത്തെ എല്ലാ സ്ഥലത്തും അവർ ചെയ്തുകൊണ്ടിരിക്കും. ശരിയാണ്. എത്ര പഠിച്ചാലും എത്ര കിട്ടിയാലും പഠിക്കാത്ത പാകിസ്ഥാൻ സൈന്യം, അതല്ലാതെ മറ്റൊന്നും പറയാനില്ല.